ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്പക്കയുടെ കയ്പ് കാരണം അത് ഇഷ്ടമില്ലാത്തവരായിരിക്കില്ലേ അധികം ആളുകളും. ഇന്ന് നമുക്ക് കയ്പക്ക കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ അതിൻ്റെ കയ്പ് ഒരു പരിധി വരെ അറിയാത്ത തരത്തിലൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. ഈ കറിക്ക് കയ്പ് തീരെ ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നേരിയൊരു കയ്പും പുളിയും എരിവും പിന്നെ ചെറിയൊരു മധുരവും ഒക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വെജ് റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജ് ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പി നോക്കിയാലോ. അതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ പുതുതായിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആദ്യം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലാണ്. ഓയിൽ ചൂടായാൽ കടുക് ചേർക്കാം. ഞാൻ കടുക് ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാക്കും. കടുക് നന്നായി പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3-4 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ചേർക്കാം. ഇത് നന്നായി മൂത്ത് വന്നാൽ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇതിന് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റാം. സബോള നന്നായി വഴന്ന് ഈ ഒരു പരുവത്തിലെത്തിയാൽ പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിനൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിക്കാം. നമ്മൾ ഈ കറിയിൽ പുളിക്ക് തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പുളി വേണ്ടാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതിയാകും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിക്കാം. നമ്മൾ തക്കാളി ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കാൻ കാരണം അതിന് മുന്നേ ചേർത്താൽ ചട്ടിയിലായതുകൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തക്കാളിയുടെ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് പൊടികൾ അടിയിൽ പിടിക്കാതിരിക്കാനും കരിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് തക്കാളി ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കയ്പക്ക ചേർത്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ 2 കയ്പക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഈ മസാലയിൽ നന്നായി ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് കയ്പക്ക വേവാനായിട്ടുള്ള വെള്ളം ചേർത്തെടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കയ്പക്ക ഒന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ കയ്പക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് തേങ്ങ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി നരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൈരിന് പകരം വേണമെങ്കിൽ പഴംപുളിയും ചേർക്കാം കേട്ടോ. ഇതിന് നന്നായി ഒന്നും തിളക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറി ഒന്ന് ചൂടായി ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ആ ചെറിയ കയ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർക്കാം. നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ പോലെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഈ കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വറ്റി വരും, പിന്നെ ടേസ്റ്റും കൂടും. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ലേസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.